ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല നാടൻ ഒരു പുഴുക്കാണ്. അതായത് ചോറിൻ്റെ കൂടെയും അല്ലാതെയും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നാടൻ പുഴുക്കാണ് ഞാനിന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ നാടൻ പുഴുക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂപ്പത്താത്ത കായ അഥവാ പച്ചക്കായ, നമ്മുടെ ചെറിയ പഴം ഉണ്ടല്ലോ, അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ചേമ്പും കൂടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചേമ്പും അതുപോലെ തന്നെ മൂപ്പത്താത്ത പച്ചക്കായ ഉപയോഗിച്ചിട്ടുള്ള പുഴുക്കാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ചേമ്പും അതുപോലെ തന്നെ പച്ചക്കായയും ഒക്കെ നന്നാക്കിയിട്ട് മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നാക്കിയിട്ട് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് വേവുന്ന സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിലേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വാഴക്കും അത്യാവശ്യം വേവുണ്ട്, ചേമ്പിനും വേവുണ്ട്. അതുകൊണ്ട് കുക്കറിലാകുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ കല്ലുപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇത് രണ്ടും വേവിച്ചെടുക്കുന്നതിന് എത്രത്തോളം വേണമോ അത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമുക്കിത് ചട്ടിയിലൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. അടുപ്പൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ചട്ടിയിലൊക്കെ ഇട്ട് വേവിച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ എൻ്റെ കുക്കറിൽ എൻ്റെ ചേമ്പും അതുപോലെ തന്നെ വാഴയ്ക്കൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ട് വന്നിട്ടുണ്ട്. ഒരു 2 വിസിലൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ട അരപ്പിന് വേണ്ടിയിട്ടുള്ള തേങ്ങയാണിത്. ഞാനിവിടെ 1 കപ്പോളം ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും അതുപോലെ ചീരാമുളക് അഥവാ കാന്താരി മുളകും കൂടി എടുത്തിട്ടുണ്ട്. ഒരു 6 ചെറിയുള്ളിയും അതുപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളിയും ഒരു 15ഓളം കാന്താരി മുളകുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാവൂ. ഇതൊരു മീഡിയം സൈസ് എരിവുള്ള ഒരു മുളകാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇട്ട് കൊടുത്തിരിക്കുന്നത്. നല്ല എരിവുള്ള മുളകൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് കൊടുക്കണം. ഇപ്പോൾ ഇതെല്ലാം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂണോളം നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ, നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് വെച്ചാൽ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതാണ്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തുകൊണ്ട് നമുക്കത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ നമ്മുടെ ചേമ്പും വാഴയ്ക്കൊക്കെ ഇവിടെ നന്നായിട്ട് കുക്കറിൽ വെന്ത് വന്നിട്ടുണ്ട്. കുക്കറിലായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ ഇവിടെ അരച്ച് വെച്ചിരിക്കുന്ന ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. ആ ക്രഷ് ചെയ്തെടുത്തിരിക്കുന്ന നമ്മുടെ തേങ്ങയും അതോടൊപ്പം ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി ഒരു വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്കൊരു 3-4 ടേബിൾ സ്പൂൺ കൂടി വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് വാഴയ്ക്കയിലും ചേമ്പിലുള്ള വെള്ളം ഓൾറെഡി ഉണ്ടാവുകയാണെങ്കിൽ വേറെ വെള്ളം ചേർക്കണമെന്നില്ല. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തതാണ് ഒന്ന് ലൂസായിട്ട് വരുന്നതിന് വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് തന്നെ വറവൊന്ന് താളിച്ച് കൊടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാധാ വറവിടുന്നത് പോലെ തന്നെ നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് വേണ്ടവർക്ക് അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടില്ല. കറിവേപ്പിലയും കടുകും മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഞാനിതിലേക്ക് വറവ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതാണ്. നമുക്ക് ഈ ചേമ്പൊക്കെ നന്നാക്കാനുള്ളത് സമയം മാത്രമേ നമുക്കിതിന് ആവശ്യമായിട്ടുള്ളൂ. കുക്കറൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതുമാണ്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ സിമ്പിൾ പുഴുക്കാണിത്. ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ മൂപ്പത്താത്ത പച്ചക്കായൊക്കെ ഉണ്ടെങ്കിൽ കളയാതെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു പുഴുക്ക് തന്നെയാണ് ഇത്. ചോറിൻ്റെ കൂടെയും അല്ലാതെയും ഒക്കെ കഴിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്